ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഇന്ന് വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു വീക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഉണ്ടായ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. ഇത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഒരു ആഗ്രഹത്തോടു കൂടി ഇവിടെ പതുക്കെ എങ്ങനെയാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നോക്കി വന്നത്. ഞാൻ ലാസ്റ്റ് 2024 ഒക്ടോബറിൽ എൻ്റെ തിയറി ടെസ്റ്റ് പാസ്സായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് അങ്ങനെ പല പല പരിപാടികളായിട്ട് ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 2025 ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വർഷം പ്രാക്ടിക്കൽ ടെസ്റ്റ് എടുക്കണം, അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യണം. കാര്യം ട്രൈ ചെയ്താൽ ഇരുന്നിട്ട് നമുക്ക് പറ്റത്തില്ലെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. നമ്മൾ ട്രൈ ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചിട്ട് പറ്റത്തില്ലെങ്കിൽ പോട്ടെ വിട്ടേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പതുക്കെ ടെസ്റ്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഇവിടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. റൂൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെ നമുക്ക് പരിചയക്കാരെ ഒന്നും വെച്ചിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. കാര്യം നമുക്ക് ലേണേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്ക് മിനിമം 3 to 4 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. UK തന്നെ ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണം. അപ്പം ഞാൻ വിചാരിച്ചിട്ട് പ്രോപ്പർ ഏജൻസിയെ തന്നെ സമീപിച്ചിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് എനിക്കറിയില്ലായിരുന്നു പ്രോപ്പർ വേ എങ്ങനെയാണെന്ന്. എനിക്കൊന്നു ഞാൻ ചെയ്ത രീതിയിലും തെറ്റുണ്ട്. ഞാനാണെങ്കിൽ വെബ്സൈറ്റിൽ കൂടെ സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും GB ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞൊരു ഡ്രൈവിംഗ് സ്കൂള് ഞാൻ കണ്ടു. ഞാൻ അവരുടെ കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. വളരെ പ്രൊഫഷണലി ഡിസൈൻ ചെയ്ത ഒരു വെബ്സൈറ്റായിട്ട് തന്നെ എനിക്ക് തോന്നി. കാര്യം എല്ലാം നല്ല നീറ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത്ര ലെസൺസിന് ഇത് നിങ്ങൾ ഏത് ലെവൽ ഓഫ് ഡ്രൈവിങ്ങിലാണ്, നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ആണോ അതോ നിങ്ങൾ ബിഗിനർ ആണോ, അങ്ങനെ കുറേ സെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരുന്നു അത്. അങ്ങനെ അതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. ഞാൻ 2-3 ഇതുപോലെ വെബ്സൈറ്റുകൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു ഈ GB ഡ്രൈവിംഗ് സ്കൂൾ ഞാൻ ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിന് താഴെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഇമെയിൽ ID-യും എൻ്റെ മൊബൈൽ നമ്പറും ഞാൻ ലീവ് ചെയ്തു. അവിടെ നിന്ന് എനിക്ക് ഒരു ഇമെയിൽ വരികയാണ്, ഇതുപോലെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നല്ലോ, ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അവരുടെ കോഴ്സസ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. തുടക്കം തൊട്ടേ വളരെ പ്രൊഫഷണൽ ആയിരുന്നു അവർ. എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിലും എല്ലാം വളരെ ഇതായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് പ്ലസ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് അവർ തന്നെ എടുത്തു തരും. കാര്യം അവർ അതിനോട് പറഞ്ഞത് പ്രീ ബുക്ക്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഡേറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ റെഡി ആകുമ്പോഴത്തേക്കും അവർക്ക് ആ ഡേറ്റ് എനിക്ക് തരാൻ പറ്റും. അങ്ങനെ ഒരു ഡിലേ ഇല്ലാതെ എനിക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റും. അവരുടെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച കാർ എനിക്ക് ടെസ്റ്റിന് തരും. പിന്നെ അതുപോലെ തന്നെ ഫുൾ എമൗണ്ട് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 10% എന്തോ എനിക്ക് ഓഫർ പോലെ ഡിസ്കൗണ്ട് പോലെ തരാമെന്നും അവർ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ലല്ലോ, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ റിവ്യൂസ് കയറി നോക്കിയപ്പോഴാണെങ്കിലും 5 star 4 star എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ റിവ്യൂ ഒക്കെ ഇട്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലായിരുന്നു പറഞ്ഞാൽ GB എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ ഡ്രൈവിംഗ് സ്കൂൾ എന്നുള്ള ഒരു ഐഡിയയിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ബ്രിട്ടൻ മൊത്തമുള്ളൊരു ഡ്രൈവിംഗ് സ്കൂളാണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരിങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഗ്ലോസ്റ്ററിൽ 10th February ആൾ അവൈലബിൾ ആവുള്ളൂ, അപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തോളൂ, ഞങ്ങൾ ആളെ റെഡിയാക്കാം, ഇൻസ്ട്രക്ടറിനെ റെഡിയാക്കാം എന്നാണ് അവരുടെ അടുത്ത് പ്രോമിസ് ചെയ്തിരുന്നത്. പിന്നെ ഞാനാണെങ്കിൽ അപ്പോൾ 2-3 days എടുത്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. കാരണം എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. അപ്പം ഞാനിതുപോലെ 2-3 days ഒക്കെ എടുത്താണ് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ദിവസം ഞാൻ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിരുന്നു ഫോൺ വഴി. എന്നിട്ട് ഞാൻ എന്നോട് ഇമെയിൽ വഴി സംസാരിച്ച ആളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്നുകൂടെ ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അവർ ഈ പേയ്മെൻറ്റ് ലിങ്കാണ് അയച്ചിരുന്നത്. ഒരു ലിങ്ക് പോലെ അയച്ചിട്ട് അതിലേക്ക് കയറിയിട്ട് ഞാൻ എൻ്റെ ആപ്പിൾ പേ വഴിയായിരുന്നു ഞാൻ പേയ്മെൻറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്കവർ റെസീറ്റ് അയച്ചു തന്നു, ഇൻവോയ്സ് അയച്ചു തന്നു. അപ്പം എല്ലാം വളരെ ജെന്യൂൻ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം നമുക്ക് സ്കാം ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരത്തില്ലല്ലോ. അങ്ങനെ ഞാനൊരു തേഴ്സ്ഡേ ആയിരുന്നു ഈ പേയ്മെൻറ്റ് ചെയ്തത്. ഫ്രൈഡേ ആയപ്പോഴത്തേക്കും അതെൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി പൈസ. നമുക്ക് ചിലപ്പം നമ്മളിപ്പം ഇവിടെ എനിക്കറിഞ്ഞൂടെ എല്ലാവർക്കും ഇത് അറിയാവും, നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കാണ് ആ പേയ്മെൻറ്റ് ഓതറൈസ് ചെയ്യുന്നത്. ഓതറൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകത്തുള്ളൂ. അങ്ങനെ ഫ്രൈഡേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്, 5th February ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. വീക്കെൻഡ് ആയപ്പോഴത്തേക്കും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ
വീക്കെൻഡിൽ നിന്നെ ഒരു ഇൻസ്ട്രക്ടർ കോൺടാക്ട് ചെയ്യും. നീ അവരുടെ അടുത്ത് നിൻ്റെ പോസ്റ്റ് കോഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, വെയിറ്റിംഗ് ടൈം എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കണം, നിന്നെ പിക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് നിൻ്റെ അവിടെ ഉണ്ടോ എന്ന് നീ പറയണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ലൈക്ക് ഈവൻ ആഫ്റ്റർ പേയ്മെൻറ്റും അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് കൺഫേം ചെയ്തിട്ട് പറഞ്ഞു, നീ 25 ലെസൺസ് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കാം എന്നുള്ള കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് ഭയങ്കര കൺഫേം ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ അതുവരെ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ വീക്കെൻഡ് ആയപ്പോഴത്തേക്ക് എന്നെ ആരും കോൺടാക്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി ബിക്കോസ് ഇറ്റ്സ് വീക്കെൻഡ് ആകുമ്പോൾ എല്ലാവരും തിരക്കല്ലേ, മൺഡേ എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് മൺഡേ ഓഫാണ്. എനിക്ക് രാവിലെ എനിക്ക് GP അടുത്ത് വരെ ഒന്ന് പോകണമായിരുന്നു. GP അടുത്ത് വരെ പോയിട്ട് വന്നിട്ട് 11 o'clock ആയിരുന്നു ഞാൻ ടൈം പറഞ്ഞിരുന്നത്. ഒരു 10 ആയിട്ടും എന്നെ ആരും കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ കുറച്ചൊന്ന് ആൻഷ്യസ് ആയി. എന്നിട്ട് ഞാനിങ്ങനെ അവരുടെ തന്നെ സൈറ്റിലുള്ള വേറെ ഒന്നുകൂടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി. എന്നിട്ട് എനിക്ക് ആരും റെസ്പോൺസ് തന്നില്ല. ഞാൻ ഇമെയിൽ അയച്ചു, എനിക്ക് റെസ്പോൺസ് ഇല്ല. പിന്നെ അവരുടെ സൈറ്റിൽ തന്നെ വാട്സപ്പ് മെസ്സേജിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിലും ഞാൻ മെസ്സേജ് ചെയ്തു. അതിലും ഡബിൾ ടിക്കും കാര്യങ്ങളും ഒന്നും വീണില്ല. അപ്പം ഞാൻ കുറച്ചൊന്ന് ഡൗട്ട് ആയിപ്പോയി, എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയി. എന്നിട്ട് ഞാൻ വെബ്സൈറ്റിൽ തന്നെ ഗൂഗിളിൽ തന്നെ കയറിയിട്ട് ഈ ഡ്രൈവിംഗ് സ്കൂളിനെ പറ്റി കുറച്ചും കൂടെ ഒന്ന് നോക്കി. അപ്പം ഞാൻ വേറൊരു സെയിം നെയിമിലൊരു ഡ്രൈവിംഗ് സ്കൂൾ കണ്ടു. DB GB അങ്ങനെ കുറേ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ GB ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ വേറെണ്ണം കണ്ടു. അപ്പം ഞാൻ അതിലേക്ക് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആദ്യം റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഒരു പുള്ളി എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ക്രോലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള, ക്രോലി തന്നെയാണ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല കേട്ടോ, അവിടെയുള്ളൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ്. എൻ്റെ ഡ്രൈവിംഗ് സ്കൂളാണ് GB. പക്ഷേ ഞാൻ ഗ്ലോസ്റ്ററിൽ സർവീസ് ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ നെയിം ആരോ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോൾ 5th കോളാണ് ലാസ്റ്റ് 1 hourൽ വരുന്നത്, ഇത് എന്തോ ഒരു സ്കാമാണ്, നീ ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു സെക്കൻഡിലേക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയൊരിതായിരുന്നു. പിന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാര്യം ഞാൻ ഗൂഗിളിൽ കൂടെ കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ചൊന്ന് ടെൻഷനായെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ട്രാൻസാക്ഷൻ എടുത്തിട്ട് ഡിസ്പ്യൂട്ട് ചെയ്തു. ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാര്യം നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ സ്കാമോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, അല്ലാതെ അവിടെ സ്റ്റക്കായി നിൽക്കരുത്. വി ഹാവ് സോ മെനി ഓപ്ഷൻസ് അറൗണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ ബാങ്ക് മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലെ ട്രാൻസാക്ഷൻ എടുത്തിട്ട് ഡിസ്പ്യൂട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് വിത്ത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഡിസ്പ്യൂട്ട് ട്രാൻസാക്ഷൻ അടിച്ചിട്ട് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡൗട്ട്ഫുൾ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ ബ്രീഫായിട്ട് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തു. അതിനുശേഷം ഞാൻ ബാങ്കിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ ഡിസ്പ്യൂട്ട് ടീമുണ്ട്, ആ ടീമിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു. ഇതുപോലെ എനിക്ക് സംഭവം ഉണ്ടായി, എനിക്ക് എന്തെങ്കിലും ഒരു ലൈക്ക് പൈസ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിച്ചു. അവരെനിക്ക് അവരുടെ തന്നെ ഫ്രോഡ് ടീമിലേക്ക് കണക്ട് ചെയ്ത് തന്നു. ഇവർക്ക് ഓരോ ബാങ്കിനും അവരുടേതായ ഒരു ഫ്രോഡ് ടീമുണ്ട്. അത് നമ്മൾ ബ്രാഞ്ചിൽ ചെന്നാൽ അവരോട് സംസാരിക്കാൻ നമുക്ക് അവൈലബിൾ അല്ലായിരിക്കും. അവർ 24/7 ഫോൺ കോൾ വഴി അവൈലബിൾ ആണ്. അങ്ങനെ അവരുടെ അടുത്തും സംസാരിച്ചു, ഞാനതെല്ലാം റിപ്പോർട്ട് ചെയ്തു. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞത് 10 days വെയിറ്റ് ചെയ്യാനായിരുന്നു. 10 days വെയിറ്റ് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ പോലെ നടത്തും. അത് കഴിയുമ്പോഴത്തേക്കും അവർ പറയും നിങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവരത് കഴിഞ്ഞിട്ട് പറയാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വെയിറ്റ് ചെയ്യാം, പിന്നെ എല്ലാവരുടെ ലൈഫിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമായിരിക്കും, എൻ്റെ ഈ സമയത്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ സമാധാനിച്ചു. അങ്ങനെ ഞാൻ 10 days അവരുടെ അടുത്ത് വെയിറ്റിംഗ് ടൈം പറഞ്ഞു. പക്ഷേ എനിക്ക് കഴിഞ്ഞ വീക്ക് എനിക്ക് ആനുവൽ ലീവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവരുടെ അടുത്ത് ഒന്നുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, കാര്യം എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടായിരുന്നല്ലോ, എൻ്റെ റെസിപ്റ്റ് ഉണ്ടായിരുന്നു, ഇൻവോയ്സ് ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഇമെയിൽ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പേ ചെയ്തത് ആപ്പിൾ പേ വഴിയായിരുന്നു. അപ്പം അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ അവരെ കോൺടാക്ട് ചെയ്തു. അവരെനിക്കൊരു ഇമെയിൽ ID തന്നു. ഇമെയിൽ ID വഴി ഞാൻ എല്ലാ ഡീറ്റെയിൽസും പിന്നെ എനിക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവർക്ക് ടൈപ്പ് ചെയ്തും ഞാൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്കിൽ നേരിട്ട് പോയി. എനിക്കവിടെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ലേഡി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് സ്ട്രെസ്സായിട്ടിരുന്നിട്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരിൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു. പുള്ളിക്കാരി എൻ്റെ അക്കൗണ്ട് ഹിസ്റ്ററി ഫുള്ള് കാര്യങ്ങളിലൂടെ പോയി. എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ വേറെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. പുള്ളിക്കാരി എൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്തൊരു കാര്യമാണ്, ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും, അതായത് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മെയിൻലി നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് അല്ലെങ്കിൽ നമുക്ക് കൺഫേം അല്ല ഇതാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ചൂസ് ക്രെഡിറ്റ് കാർഡ്.
നമ്മൾ ഡെബിറ്റ് കാർഡ് വഴി ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനെക്കാട്ടിലും എപ്പോഴും സേഫ് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ആണ്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ, എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എനിക്കതൊരു പുതിയ അറിവായിരുന്നു. പുള്ളിക്കാരൻ എന്നിട്ട് എൻ്റെ എലിജിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് എനിക്ക് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അപ്പം എനിക്കത് അതൊരു എല്ലാവർക്കും ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിനൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് സ്കാമാണെന്ന് പറയുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റീഫണ്ട് കിട്ടും. നമ്മൾ അതിന് വേണ്ടി ഇതുപോലെ 10 days ഡിലേ ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇമ്മീഡിയറ്റ്ലി നമുക്ക് റീഫണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ്. അങ്ങനെ അതിലേക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി എനിക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒന്നുകൂടി ഡിസ്പ്യൂട്ട് ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു. ഇതുപോലെ ജെന്യൂൻ ആണെന്നുള്ളത് പുള്ളിക്കാരിയും കൂടെ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം 14th February ഞാൻ അവരെ ഒന്നുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് ചെയ്തു തന്നെന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് പൈസ എനിക്ക് തിരിച്ചു തന്നു. അതായത് ടെമ്പററി പേയ്മെൻറ്റ് പോലെ. എന്നിട്ട് അവരുടെ അടുത്ത് കണ്ടീഷൻ പറഞ്ഞത് 30 days ഒരു ഇൻവെസ്റ്റിഗേഷൻ അവർ ക്യാരി ഔട്ട് ചെയ്യും. അതായത് ഈ റീറ്റെയിലറിനെ അവർ കോൺടാക്ട് ചെയ്തിട്ട് അവർ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ, അതായത് ഇപ്പോൾ ഒരു സർവീസ് കൊടുത്തില്ല എന്നുള്ള രീതിയിലാണ് കംപ്ലയിൻറ്റ് പോയിരിക്കുന്നത്. സർവീസ് ഓഫർ ചെയ്തിട്ട് കൊടുത്തില്ല. അപ്പം ആ സർവീസ് തന്നു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രൂഫ് റീറ്റെയിലറിന് കാണിക്കാൻ പറ്റുവാണെങ്കിൽ അവർ ഈ പൈസ തിരിച്ചെടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ പൈസ 30 days കഴിയുമ്പോഴത്തേക്കും എൻ്റെ. അപ്പം ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നു വാട്ട് ഇഫ് ദ റീറ്റെയിലർ ഡസൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. കാര്യം എൻ്റെ അടുത്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഞാൻ ശ്രമിച്ചിട്ട്, നിങ്ങളുടെ അടുത്തും അങ്ങനെ തന്നെ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും 30 days കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ പൈസ പെർമനൻ്റ് ആയിട്ടും നിൻ്റെ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും. ഓൾറെഡി എൻ്റെ പൈസ അക്കൗണ്ടിൽ വന്നു, പക്ഷേ ഒരു ടെമ്പററി ആണ്. കാര്യം അവർക്ക് എന്തെങ്കിലും പ്രൂഫ് കാണിക്കാം അല്ലെങ്കിൽ അവരൊരു ക്ലെയിം ഫൈറ്റ് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ച് അവർ പിടിക്കും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കേട്ടോ. കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല 4 daysനുള്ളിൽ തന്നെ. കാര്യം 10ാം തീയതിയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് 14ാം തീയതി എനിക്ക് റീഫണ്ട് കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനിതിൽ നിന്ന് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ തന്നെ കുറേ ബ്ലെയിം ചെയ്യരുത്. കാര്യം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബിഹേവിയറും നമ്മുടെ ഫ്യൂച്ചറും. നമ്മുടെ ഫ്യൂച്ചർ കൺട്രോൾ ചെയ്യാൻ ഒത്തിരി പറ്റില്ല എങ്കിലും നമ്മുടെ കാര്യങ്ങൾ മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം വേറൊരാൾ കാരണം നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമഘട്ടങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒരിക്കലും സെൽഫ് ബ്ലെയിം ചെയ്യരുത്. ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്തിരുന്നു. ഞാൻ ശരിക്കും ചെയ്യാതിട്ടാണ്. ഞാൻ അവരുടെ അടുത്ത് ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് 2 sections കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏജൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യാൻ ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പം ഞാനതാണ് പഠിച്ചത്. കാര്യം ബാക്കിയുള്ളവർ ചെയ്ത കാര്യങ്ങൾക്ക് നമുക്കൊരിക്കലും അല്ലേ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനത്തെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക. എനിക്ക് അവരും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഫ്രോഡുലൻ്റ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും. പിന്നെ അഡീഷണലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ഫ്രോഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആക്ഷൻ ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസിൻ്റെ തന്നെ ഒരു സെപ്പറേറ്റ് ടീമാണ്. അതായത് ഈ സ്കാമിൻ്റെയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു ടീമാണ്. നമുക്ക് അവരുടെ അടുത്തും ഈ സ്കാം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഫേസ് ചെയ്ത് വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഐദർ അവരെ ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ വെബ്സൈറ്റ് വഴിയായിരുന്നു ചെയ്തത്. കാര്യം അവരുടെ ഫോൺ ലൈൻ ഇച്ചിരി ഏറെ ഡിലേ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ വെബ്സൈറ്റ് വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. ഞാൻ എല്ലാ ഡീറ്റെയിൽസും, അതായത് എനിക്ക് എന്തെങ്കിലും സസ്പെക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫോൺ നമ്പേഴ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതുവഴി കയറി എൻ്റെ ആദ്യം നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അവിടെ കയറിയിട്ട് നമുക്കൊരു ലോഗിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കയറിയിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും പിന്നെ നമുക്ക് സസ്പെക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു കൊടുക്കാം. അവിടുന്ന് തന്നെ നമുക്ക് വിക്ടിം സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെനിക്ക് അത് കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. വിക്ടിം സപ്പോർട്ട് അതുപോലുള്ള കുറേ സർവീസസ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ട്. ഇപ്പം ഞാൻ നേരിട്ടത് വളരെ വലിയൊരു സ്കാം അല്ല, പക്ഷേ ഒരുപാട് സ്കാംസ് നമുക്കിപ്പം ഇന്ന കൺട്രിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, എല്ലായിടത്തും ഉണ്ട്, അറൗണ്ട് ദി വേൾഡ് ഉണ്ട്. അപ്പം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക, ഗവൺമെൻറ് വഴി അല്ലെങ്കിൽ പോലീസ് വഴി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ആരാണ് നിങ്ങളെ ചീറ്റ് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കണം. നിങ്ങൾ എങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് എൻ്റെ അടുത്ത് കുറേ തവണ ബാങ്കിൽ നിന്നാണേലും ആക്ഷൻ ഫ്രോഡിൽ നിന്നാണേലും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പം അത് നിങ്ങൾ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക.
പിന്നെ ഇത് പറഞ്ഞ പോലെ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാതിരിക്കുക. ഒരു എക്സ്പീരിയൻസ് ആണ്, കാണുക. അപ്പം അതാണ് ഞാൻ കടന്നുപോയ എക്സ്പീരിയൻസ്. പക്ഷെ താങ്ക്ഫുള്ളി എനിക്ക് പൈസ തിരിച്ച് കിട്ടി, ടെമ്പററി ആണെങ്കിലും തിരിച്ച് കിട്ടി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. താങ്ക് യു ഫോർ വാച്ചിങ്.